Hi, this is Akshada. Welcome to Magnavision TV's Cuisine Explore. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ കിച്ചണൊക്കെ വിട്ട് ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വന്നേക്കുക. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഷെഫ് നളനാണ്. സോ മെയിൻലി നമ്മുടെ ഈ ഒരുപാട് സൂപ്പർ ഷെഫ്സും കുക്കിംഗ് എക്സ്പേർട്സും ആൾക്കാരൊക്കെ അവരായിട്ട് ഇംപ്രൊവൈസ് ചെയ്തെടുത്ത് കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന ഡിഷൊക്കെ ആണ് ഫേമസ് ആവുന്നത്. അതുപോലെ ഇന്ന് ഷെഫിൻ്റെ ഒരു ഇംപ്രൊവൈസ് ചെയ്തെടുത്ത കുറച്ചൊരു ഇന്ത്യൻ ടച്ച് ഒക്കെ കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ ഡിഷ് അല്ലേ? ഇതൊരു കേരളീയൻ ഡിഷാണ്. നമസ്കാരം, നിങ്ങളുടെ നളൻ ഷൈൻ. ഇത് കേരളീയൻ കലിനറി. നമ്മളിപ്പം ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളീയൻ കലിനറിയെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ കരിക്ക്, വെളിച്ചെണ്ണ, നമ്മൾ നാടൻ വിഭവങ്ങൾ അല്ലേ. അപ്പോൾ നാടൻ സാധനങ്ങൾ വെച്ചിട്ട് ഒരു കരിക്കൻ ചിക്കൻ കറി ചെയ്യാം. സാധാരണ ആൾക്കാർ തേങ്ങാ പാലിൽ ചെയ്യും. നമ്മളതിനകത്ത് കരിക്കിൻ്റെ വെള്ളം അല്ലേ, നമ്മളതിനകത്ത് അതേപോലെ കരിക്ക് ഇതെല്ലാം യൂസ് ചെയ്താൽ കുക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ IELTS പഠിക്കുന്നു, പലരും ജർമ്മനി പോകുന്നു, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അമേരിക്കയിൽ പോകുന്നു അല്ലേ, കറക്റ്റ് അല്ലേ, കാനഡയിൽ പോകുന്നു. ഇവർക്ക് എല്ലാവർക്കും ബേസിക്കലി പഠിച്ചിട്ട് പോകേണ്ട ഒരേ ഒരു കാര്യം കലിനറി സ്കില്ലാണ്. കാരണം ഈ ബേസിക് കലിനറി പഠിച്ചിട്ട് നല്ലൊരു ചമ്മന്തിയോ ചോറ് പൊതിയോ ഒക്കെ ചെയ്യാൻ പഠിച്ചിട്ട് പോയാൽ അവർക്ക് അവിടെ ഡോളേഴ്സൊക്കെ ഉണ്ടാക്കി വെറുതെ പെട്രോൾ പമ്പിലോ പിസ്സ ഹട്ടിലോ ഒന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ IELTS പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കണക്ക് നാടൻ വിഭവങ്ങളും പഠിക്കുക. അങ്ങനെ ഷടപടി എന്നുണ്ടാക്കുന്ന ഒരു കറിയാണ് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു നൈഫൊന്നും വെച്ചിട്ടില്ല, കണ്ടോ? കാരണം ഇതിനകത്ത് ഇപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മളെ പ്രിയപ്പെട്ട സഹോദരനാണ്. അങ്ങനെ തുടങ്ങാം അല്ലേ? തുടങ്ങാം. റെഡി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കരിക്കിൻ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിക്കനൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ ചെറിയ ഉള്ളി, ഈ പറഞ്ഞ കണക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളകുണ്ട്, കരിവേപ്പിലയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി, ഇതൊക്കെ അത്യാവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ കരിക്കിൻ വെള്ളമാണ് ഇതിൻ്റെ പ്രധാനം. അതെ, നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് തുടങ്ങാം അല്ലേ. നല്ല ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അവിടെ ഒഴിക്കുക, വീണ്ടും ഒഴിക്കുക. അതെ, കേരളത്തിൻ്റെ ഡിഷസ് കഴിവതും ചെയ്യുമ്പോൾ വെളിച്ചം തന്നെ അല്ലേ. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് പിടിച്ചോ. അപ്പൊ നമുക്ക് ആദ്യം ആയുധം കിട്ടിയിട്ടുണ്ട്. ഉള്ളി ചതച്ചിടാം. ചതച്ചോളൂ. ഉള്ളി ചതയ്ക്കാൻ അറിയാം? ഞാൻ മുഴുവനായിട്ട് എടുക്കണോ അതോ കുറച്ച്? അല്ല, ഉള്ളി മുഴുവനായിട്ട് എടുത്താൽ മതി. അതെ, ചതച്ചോളൂ. അതെ, ഈ ചതയ്ക്കുന്ന എന്നെ അവരൊന്ന് കയ്യിൽ വെച്ച് ചതച്ചോളൂ. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ. കുട്ടി ചതക്കിയാണ്. ഇങ്ങനല്ലേ പണി കൊടുക്കാൻ പറ്റും. എണ്ണ ചൂടായി. ചതച്ച് ഇട്ടോളൂ. അടുത്ത ചതയ്ക്കും. മീൻ വയൽ ഞാൻ കുറച്ച് ഗാർലിക് ഇടാം. ഉള്ളി ഉള്ള ഉള്ളി മൊത്തം തറയെ കളയും. ടെൻഷൻ ഉള്ളി ചതയ്ക്കുന്നതിന് ടെൻഷൻ. പരീക്ഷയ്ക്കൊക്കെ ടെൻഷൻ അടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഉള്ളി ചതയ്ക്കുന്ന ടെൻഷൻ അടിക്കുന്ന ആദ്യത്തെ ഒരു അവതാരികയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. ഉള്ളി എന്ന് ചതച്ച് തീരുവാകും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം ഞാൻ സ്പീഡ് ആക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പിടിക്കാം. തരൂ. ഈശ്വര, അതിനത് പറ്റി പിടിച്ച മാറുന്ന ഒന്നൊന്നര ചതപ്പായി പോയി. അത് ചതച്ചോളൂ. ശീലമാക്കിക്കോളൂ. ആയിക്കോട്ടെ. ഞാൻ ശരിക്കും ഷെഫിന്റെ കൂടെ സ്കൂളിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് പണി എടുപ്പിച്ച ശീലം, പണിയെടുത്ത് വലിയ ശീലമില്ല. പലരും വരുന്നത് നമ്മളെ കൊണ്ട് കുക്കറി ഷോ ചെയ്യുക, അത് കഴിക്കുക, അങ്ങനെയൊന്നുമല്ല. ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഞാൻ കഴിക്കുക, അതിന് കൂടെ നിൽക്കുക. ഞാനൊരു വ്യത്യസ്തമായ രീതിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. നല്ലൊരു രീതിയാണ്. ഇതും കൂടെ ഇടാൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ. ഇതിനു മുമ്പ് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടോ? കറി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഞാൻ കറി വെച്ചിട്ടില്ല. ശീലമായില്ലേ? ശീലമായി. ആയിക്കോട്ടെ.
അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും ചെറിയ ഉള്ളി ഇടുകയാണ്. ചതച്ചോളൂ. കഴിഞ്ഞില്ലേ? ഇല്ല, വളരെ സിമ്പിളായിട്ടൊരു സാധനമാണെന്ന് പറഞ്ഞല്ലേ. ആകെ ഉള്ള പണി വെളുത്തുള്ളി ചതക്കലാണ്, അല്ല ചെറിയുള്ളി ചതക്കലാണ്. ചെറിയുള്ളിയുടെ ഇംഗ്ലീഷ് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചായിരുന്നു, വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് ഓഫ് അമേരിക്കയിലേക്ക് പോകുന്നതല്ലേ അവരൊക്കെ ഇനിയിപ്പം എന്താണെന്ന് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. സാലഡ്. കൊച്ചു കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് കുക്ക് ചെയ്തപ്പോൾ കരയാണ്. എന്റെ കഥ. അതെ, ആ ഇട്ടോളൂ. അപ്പൊ ഉള്ളി ചതച്ച് കഴിയും. വെരി ഗുഡ്. വളരെ വിദഗ്ധമായി ചതച്ച ഈ കുട്ടിക്ക് എല്ലാവരും ഒരു കൈയടി കൊടുക്കുക. വേണ്ട നിർദ്ദേശങ്ങൾ. അതെ, അപ്പോൾ നമ്മൾ അല്ലേ ഉള്ളി ചതച്ചു. ഇനി ഉള്ളി ഇങ്ങനെ റോസ്റ്റ് ആവും. അപ്പോൾ പലരും പറയാറുണ്ട് ഉപ്പിട്ടാൽ ഉള്ളി പെട്ടെന്ന് റോസ്റ്റ് ആവുമെന്ന്. കേട്ടിട്ടില്ലേ? ഉള്ളി വാടി വരാൻ വേണ്ടി ഉപ്പ് ഇട്ടാൽ മതി. ഈ സോൾട്ടും നമ്മളെ കറികളുമായിട്ട് എല്ലാ കറികളിലും നമ്മൾ സോൾട്ട് ഉപയോഗിക്കാറുണ്ട് പൊതുവെ, അല്ലേ? ഈ സോൾട്ട് നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? കാരണം ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാമല്ലോ. ഈ സോൾട്ട് നമ്മളെ കറികൾക്ക് ഉപയോഗിക്കണമെന്ന്. അത് മാത്രമല്ല, എല്ലാ കറികളിലും സോൾട്ട് വന്നതിൻ്റെ ബാക്കിലും എന്താണ് ചരിത്രം, എന്താണ്? കുക്കിംഗ് അറിയാവുന്നതുകൊണ്ടും ഒരു കുക്കറി ഷോ ആയതുകൊണ്ടും മാത്രം ചോദിക്കുകയാണ്. ഞാൻ പൊതുവെ കുക്ക് ചെയ്യുന്നത് സോൾട്ട് ഇല്ലാതാണോ? അല്ല, സർവൈവലിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ സോൾട്ട് ഇടാറില്ലേ? സോൾട്ട് ഇടാറുണ്ട്, പക്ഷേ ഹിസ്റ്ററി ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല. അത് എന്നാലും ഒരു സാധനം ഇടാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലാളും താമസിച്ചാൽ അന്വേഷിക്കാൻ പോകും, ഒരു കത്തയച്ചാൽ അന്വേഷിക്കാൻ പോകും, ഒരു മെയിൽ വന്നാൽ അന്വേഷിക്കും. എന്തിന് അവിടെ കുസുകുസുന്ന് സംസാരിച്ചാൽ അവരെ മലയാളി എന്തോടെ എന്നെപ്പറ്റി എന്തോ പറഞ്ഞ അല്ലേ? അപ്പോൾ പിന്നെ ഈ കറികളിൽ എന്തിനാണ് എല്ലാവരും ഉപ്പിടുന്നത്? എൻ്റെ ചോദ്യം. ടേസ്റ്റ് പഞ്ചസാര ഇട്ടാൽ പോരെ? അല്ല, അപ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ് മാറി. വീണ്ടും ഈ ഉപ്പ് ഇട്ടില്ലെങ്കിൽ അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഇല്ലെന്നാണോ പറയുന്നത്? അപ്പോൾ നമ്മൾ ഉപ്പില്ലാത്ത കറി പോലെയാകും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ടേസ്റ്റ് ഇല്ലെന്നാണോ പറയുന്നത്? ഷെഫ് തന്നെ പറ, ഞാൻ തോറ്റല്ല. അത് വിഷയം ബേസിക്കലി ഇതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഇപ്പോൾ സവാളയുണ്ട്, തക്കാളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, അല്ലേ? ഇതിനെല്ലാത്തിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്, ആണോ? പക്ഷെ സോൾട്ട് വീഴുന്നതോടുകൂടി ഇവനെ കംപ്ലീറ്റ് നമ്മൾ ബാലൻസ് ചെയ്യാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചു നോക്കി. ന്യൂട്രലൈസ് ചെയ്യാണ്. എന്നിട്ട് ഒരേ ഫ്ലേവറിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോമ്പോസിഷൻ ഉണ്ട് അതിനകത്ത്. അതിൻ്റെ pH വാല്യൂ ഹാൻഡിൽ ചെയ്യാനും ആ കോമ്പോസിഷൻ ബാലൻസ് ചെയ്യാനും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാണ്ട് പവർ ചെയ്യാതെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല, ഈ സോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട്. അതെന്താണെന്നറിയാമോ? അയഡിൻ ഒന്നുമല്ല. സോൾട്ടിൽ എവിടെ അയഡിൻ ഉള്ളത്? ഉണ്ടോ? സോൾട്ടിന്റെ പരിസരത്തിൽ ഞാൻ കണ്ടതിന്റെ ഒരു ഇതിൽ വെച്ച് പറഞ്ഞത്. നമ്മളെ കണ്ണുനീരിന്റെ ടേസ്റ്റ് എന്താണ്? ഉപ്പ്. നമ്മളെ വിയർപ്പ് ഉപ്പ്. അതേപോലെ നമ്മളെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള മിക്ക കണ്ടന്റിനും സോൾട്ടിയാണ്, ആണോ? ഷുഗറി അല്ല. ബ്ലഡ് വരെ സോൾട്ടിയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മളിപ്പോൾ ഒരു ബോൺ എടുത്തിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കിയാൽ 1 ഗ്ലാസ് സീ വാട്ടറിലുള്ള എല്ലാ മിനറൽസും നമ്മളെ ബോണിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആൾക്കാർ നമ്മളെ കൊണ്ടുപോയി കടലിൽ ഒഴുക്കിയത്, നമ്മളാ ബന്ധം പറഞ്ഞു തരാം. ജാക്ക് ലാംഗ്രെ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ പറയുന്നത് യു ആർ നത്തിങ് ബട്ട് എൻ ഓഷൻ ഓഫ് ബ്ലഡ് എന്നാണ്. അത്രയും സോൾട്ടുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ടു ഇതിന്റെ അകത്ത്? നമ്മളിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നെ കൊണ്ട് ചതപ്പിച്ച് ചെറിയുള്ളി ഇട്ടു. എണ്ണയെ കൊണ്ട് ചതപ്പിച്ചല്ല, എന്നെ കൊണ്ട് ചതപ്പിച്ചു. അത് ചെറുതായിട്ട് കൺസിലാൻ കയറി വന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി ഇട്ടായിരുന്നു? ഇല്ല. അത് നോക്കണ്ടേ? ഇഞ്ചി കുറച്ച് കാന്താരി ഇടണം, അല്ലേ? നമുക്ക് നമ്മൾ ഈ നാടൻ ഈ കാന്താരിന്റെ വാല്യൂ ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ്. നമുക്കിപ്പോ ഈ പറമ്പത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാന്താരിയൊക്കെ കിട്ടും. അതെ, അപ്പൊ ചിലപ്പോ ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടൊക്കെ ചിലപ്പം ചുമ്മാ കാന്താരിയൊക്കെ പറിച്ച് അവിടെയൊക്കെ കൊണ്ടുവിടും. പക്ഷെ ഇപ്പോഴാണ് കാന്താരിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. കാന്താരിയുടെ ഇംഗ്ലീഷ് എന്താണ്? അമേരിക്കയിലേക്കല്ലേ? ഞാൻ തോറ്റു. അല്ല, എന്നാലും പറയണം പ്ലീസ്. കാന്താരിയുടെ ഇംഗ്ലീഷ് ലിറ്റിൽ ചില്ലീസ്. ഭാഗ്യം, സ്മോൾ ചില്ലീസ് എന്ന് പറഞ്ഞില്ല. ബേർഡ് ഐ ചില്ലി അഥവാ തായ് ചില്ലി എന്നാണ്. ചില്ലി ഉണ്ട്, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മസാല ഇടാം. ഓക്കെ, കുറച്ച് മുളക് പൊടി ഇടാം. എനിക്ക് വലിയ നിർബന്ധമില്ല, എന്നാലും നമ്മൾ ആവശ്യത്തിന് നമ്മൾ അതേപോലെ ഗരം മസാല ഇടുന്നുണ്ട്. നോക്കണം, പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഷെഫിന്റെ ഇവിടെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണോ?
മസാലയൊക്കെ ആയി. ഇവിടെ ശ്രദ്ധിച്ച് ആ നമ്മുടെ ആ ഒരു റെയിനി അറ്റ്മോസ്ഫിയർ, ആ ഒരു മിസ്റ്റി അറ്റ്മോസ്ഫിയർ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അടിപൊളിയല്ലേ? ഞാൻ നനയും ചെയ്തായിരുന്നു. സൂപ്പർ. അപ്പോൾ നമുക്കിതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആൾക്കാർ നല്ല മൂഡിലിരുന്നു, അകത്തും വെള്ളം പുറത്തും വെള്ളം എന്ന് പറയുന്നത് ആൾക്കാർ നല്ല മൂഡിൽ കഴിക്കട്ടെ എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ തെങ്ങൻകള്ളിൻ്റെ അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിലെ കേരള ഗവൺമെൻറ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്ങൻകള്ളിനെ തന്നെ പല ഗ്രേഡിലാക്കി നമുക്ക് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഫുൾ ടെക്നോളജിയും റിസർച്ചും എല്ലാം നമ്മൾ ചെയ്തു വെച്ചിരിക്കുക. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടണം. നമുക്ക് ടൂറിസത്തിലേക്ക് നമ്മളെ ഫുഡ് അല്ലേ, നമ്മളെ ഫുഡ് വരണം. ഇവിടെ തന്നെയാണോ കള്ള് ചെത്തുന്നത്? കാരണം ഞാൻ ഒരാളെ കണ്ടു, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ മറ്റേ മഴ നനഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു പുള്ളി കുടമൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, കുടമായിരുന്നോ കലമായിരുന്നോ ചോദിക്കാമല്ലോ. ആ ഒരു സാധനം മനസ്സിലായോ? അതെ, നമ്മളിനി കുറച്ച് സോൾട്ട് ഇടാം അല്ലേ? അതെ, നമ്മളപ്പോൾ മസാല ഒക്കെ ഒന്ന് ഇതായി, നമ്മൾ ചിക്കനും ഇട്ടു കഴിഞ്ഞു. പിന്നെ നേരത്തെ ഷെഫ് പറഞ്ഞതുപോലെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സോൾട്ടും കൂടി ഇട്ടു. നമ്മൾ കുക്കിങ്ങിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് അതിനിപ്പോൾ ഒന്ന് റോസ്റ്റ് ആവും. ഓക്കെ, ചിക്കൻ ഒന്ന് നല്ല റോസ്റ്റായി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിനെ വേവിക്കും. ഓക്കെ, അതിൻ്റെ പ്രത്യേകത. സെറ്റല്ലേ? സെറ്റാണ്. വീട്ടിലിങ്ങനെ കോഴിക്കറി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതൊരു യൂണീക് സ്റ്റൈലാണല്ലോ. ഈ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടില്ല. നമ്മുടെ സാധാരണ നോർമൽ സ്റ്റൈലുള്ള ചിക്കൻ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചേക്കാം, കിടക്കട്ടെ ഒരു ജാടയ്ക്ക്. നോർമൽ സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർമൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ചുമ്മാ ഉള്ളി തക്കാളിയൊക്കെ അല്ല, സവാള തക്കാളിയൊക്കെ ഇട്ട് സവാള വേവിച്ച് തരുമ്പോണ്ട് നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും ജസ്റ്റ് ഒരു ഗ്രേവി ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിട്ടല്ലേ. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫാമിലി ഫ്രണ്ട്ലി ആണല്ലേ. ഈവൻ ദോ നമുക്ക് ഇവിടെ നല്ല കള്ള് മാത്രമല്ല നല്ല അടിപൊളി ഫുഡും കിട്ടും. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗെദർ പരിപാടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും UK ആൾക്കാരാണല്ലോ, അവരൊക്കെ വെക്കേഷൻ ഒക്കെ വരുവാണെങ്കിൽ കൂടുതലും വരുന്നത് NRIs ആണ്. കാരണം നമ്മളെ കേരളത്തിന്റെ ഫുഡിനെ ആക്ച്വലി മിസ് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് നാട്ടാണ്. അവർക്കാണ് നമ്മളെ അമ്മമാരുടെ രുചിക്കൂട്ടുകൾ അറിയാൻ പറ്റുക അല്ലേ, അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക. അങ്ങനെ നമ്മളിപ്പം ഇത് തന്നെ ഇപ്പം നമ്മൾ നല്ല നാടൻ രീതിയിൽ പച്ച മസാലയൊക്കെ ആയിട്ട് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല ഒന്ന് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് അല്ലേ. ഒന്ന് തിളക്കട്ടെ, അതുവരെ നമുക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന്. ചിക്കൻ്റെ വെള്ളത്തിന് എന്തോ ഇംഗ്ലീഷിൽ പറയാം, പഠിപ്പിക്കാമല്ലോ അല്ലേ? സ്റ്റോക്ക് വാട്ടർ അല്ലേ. ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി കുക്കാവും. നമ്മൾ ആ വേവിച്ച സവാള കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു തിക്ക് ടെക്സ്ചർ കിട്ടും അല്ലേ. അപ്പോൾ ഇത് ചാദിച്ചോളൂ. തക്കാളി ചതിക്കുന്ന സീനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യാൻ തൊട്ടുകൂടി. പിന്നെ അതെ, ടേബിൾ അടിച്ച് പൊട്ടിക്കരുത്. അതെ, ഒറ്റ ഇടിച്ചോ, തക്കാളി നിങ്ങൾ ചെറുക്കട്ടെ. എന്നിട്ട് ഞാൻ തക്കാളി ഫേസിൽ അടിച്ച് ഇവിടെ നിൽക്കാൻ കണ്ടുപിടിച്ചു. ആ, ജ്യൂസ് കംപ്ലീറ്റ് പുറത്ത് പോയി. ഞാൻ തക്കാളി ഒന്നിനും കൊള്ളത്തില്ല എന്ന ഒരു അറിയിച്ചുകൊള്ളതാണ്. അതെ, ആ ശരി, താങ്ക് യു. മാറ്റി വെച്ചാൽ മതി. തക്കാളി ഇട്ടു, നന്നായിട്ടുണ്ട് അല്ലേ? കൊള്ളാം, രസമായില്ലേ അല്ലേ? കുട്ടിക്കൊരു പണി. അതെ. അതെ, വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ ഈ ഷെഫ് പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ, നമ്മുടെ ഷെഫ് നളൻ, നമ്മള് ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ വറുത്തരച്ച് വെച്ചതുണ്ട്. പക്ഷെ ഈ ടെൻഡർ കോക്കിന് ഈ ഇളനീര് വെള്ളം, ഈ കോമ്പിനേഷൻ അല്ലേ? ഇളനീര് വെച്ചിട്ട് ആക്ച്വലി ഒരുപാട് ഡിഷസ് നമുക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് തെങ്ങിനോട് ഭയങ്കര പ്രണയം. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ കൊപ്ര കച്ചവടക്കാരനായതുകൊണ്ടാവണം. അപ്പോൾ എനിക്ക് തെങ്ങ്, കരിക്ക്, തേങ്ങാ വെള്ളം, കരിക്കും വെള്ളം, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ പലതും യൂസ് ചെയ്യുന്നു. അതിനൊരു കരിക്ക് ഉപയോഗിച്ചാൽ പോരെ? ഭയങ്കര ടേസ്റ്റ്, രണ്ട് ടൈമല്ലേ, ഭയങ്കര ടേസ്റ്റും ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അല്ലേ കറക്റ്റല്ലേ. അപ്പോൾ മാത്രമല്ല ഈ കരിക്കിൻ വെള്ളത്തിന് ഒരു അസിഡിക്
ടച്ചും കൂടെ ഉണ്ട്. ചെറിയൊരു അസിഡിക് ടച്ച് ഉണ്ട്, ഒരു ആൽക്കലൈൻ അസിഡിക് ടച്ച് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഫെർമെൻ്റ് ആയ നമ്മൾ കുറച്ച് കരിക്കമ്പള്ളം ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുക അല്ലേ? അതെ, എന്നിട്ട് നമ്മൾ കുറച്ച് കരിക്കമ്പള്ളം ഇങ്ങനെ ഒഴിക്കുക. കണ്ടോ? നമ്മൾ കുറച്ച് കരിക്കമ്പളം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പെട്ടെന്ന് ടയർഡാവും. അപ്പോൾ നമ്മളിങ്ങനെ കുടിക്കണം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ക്ഷീണമുണ്ടോ? അശോകന് ക്ഷീണമാവാം. അപ്പോൾ നമുക്ക് അശോകന് ക്ഷീണമാവാം, നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കരിക്കും വെള്ളം ഒഴിച്ചു അല്ലേ? ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കണം. എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ചിക്കനെ പറ്റിക്കണമെന്നല്ല, ഈ വെള്ളം പറ്റിച്ചെടുക്കണം. പറ്റിച്ചെടുക്കണമെന്ന് ആരും കാണാതെ എടുത്തുകൊണ്ട് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വരുമ്പോൾ കോഴിക്കറിയാണ് ഷെഫല്ലേ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പോകാൻ, അങ്ങനല്ലോ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമ്മളെവിടെ നിർത്തിയത്? നമ്മൾ ഷെഫിന്റെ കരിക്കിനോടും തെങ്ങിനോടുള്ള പ്രണയം അല്ലേ? പിന്നെ കാന്താരിയോടും അല്ലേ? കാന്താരി ഇല്ലാതെ നമ്മൾ നേരത്തെ കാന്താരി ചതച്ചത് ഇട്ടു, ഇപ്പൊ മുഴുവൻ കാന്താരി ഇട്ടു. ആ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനുള്ള. കറക്റ്റ്. കാന്താരി ഒക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്യാറുണ്ടോ? ഒരു പ്രാവശ്യം കാന്താരി ഉപയോഗിച്ച് ഞാൻ അയില വറുത്തായിരുന്നു. അയില, ഓക്കെ. അടുത്ത പ്രാവശ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ചെറിയ ഉള്ളിയും കാന്താരിയും കൂടെ ചതച്ചിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് മത്തി ഇങ്ങനെ അടുക്കി വെക്കുക. എന്നിട്ട് വാഴയിലേക്കകത്ത് മടക്കുക. എന്നിട്ട് ഡെയിലി കുട്ടത്ത് വയ്ക്കുക. പച്ച വെളിച്ചെണ്ണ ശലം ഒഴിച്ച് വെച്ചിട്ട് പുഴുങ്ങുക. എന്നിട്ട് അങ്ങോട്ട് തുറക്കുക. അങ്ങനെ മനസ്സിലായില്ലേ? ട്രൈ ചെയ്യേണ്ടതാണ്. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. സിമ്പിൾ കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഈ വിദേശത്ത് പോകുന്ന കുട്ടികളെയൊക്കെ നമുക്ക് അത് വെച്ച് പഠിപ്പിക്കാം. അതെ. സോൾട്ട് ഉണ്ടോ നോക്കാനറിയാം. അതെ, സോൾട്ട് കുറവായിരിക്കണം, നമുക്ക് നോക്കാം. സോൾട്ട് നോക്കാൻ പോകുന്ന ഈ കുട്ടിക്ക് ഒരു കൈയടി കൊടുക്കുക. ആയിക്കോട്ടെ. എന്താ പേര്? നക്ഷത്രം. ഉത്രട്ടാതി. ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുക. തലേത്ത് വെച്ച് കളയരുത്, തീർത്തുവാണെന്നും പറഞ്ഞു. കുറച്ചുകൂടെ സോൾട്ട് വേണ്ടേ? ഒരു പൊടിക്ക് വേണം. അതെ, ആ ഷെഫ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോൾട്ട് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ പറ്റണ്ട. അതെ, അപ്പൊ അങ്ങനെ എന്തൊക്കെ ഫ്ലേവേഴ്സ് കിട്ടിയതോ? എനിക്ക് ആ ഗരം മസാലേന്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ചിക്കന്റെ ആ ഒരു ഫ്ലേവർ അത് ഒബ്വിയസ്ലി നമുക്ക് കിട്ടുമല്ലോ. കോഴിക്കറിയിൽ നിന്ന് പിന്നെ മീനിന്റെ ഫ്ലേവർ കിട്ടും. അല്ല, ഞാൻ പറഞ്ഞതാ. അതെ, വേറെ കാന്താരിന്റെ ആ ഒരു എരിവ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ജിഞ്ചർ ഗാർലിക്കിന്റെ ആ ഒരു അതും കിട്ടി. ഫ്ലേവർ ഉണ്ട്. സാധനങ്ങളുടെ എല്ലാത്തിനും ഫ്ലേവർ കിട്ടി. പിന്നെ സവാള നമ്മൾ ഒന്നുകൂടെ ചിക്കൻ ഓൾറെഡി കുക്ക്ഡായി കാണാമല്ലോ. അതെ. ഈ ക്യാമറമാൻ ചോദിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ആയെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും എന്നെ മാജിക് കിങ് ഷെഫ് എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മളപ്പം അടുത്ത കരിക്കിലേക്ക് നമ്മുടെ സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതെ, അത് ചതയ്ക്കൊന്നും വേണ്ട. നമ്മൾ കുറച്ച് മേത്തി, നമ്മൾ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാർ. കുട്ടിക്ക് ഇഷ്ടമാണോ? കസൂരി മേത്തി ഇഷ്ടമാണ്. ഒരു മസാലയും ആവശ്യം, ഒരു നല്ലൊരു ഫ്ലേവറും അല്ലേ? ഒന്ന് പറ്റണം. നന്നായി ഒന്ന് ഡ്രൈ ആയി എടുക്കണം. ഡ്രൈ ഒന്നും ആവരുത്. ഒരു സെമി ഗ്രേവി. നമ്മൾ കുട്ടി പറഞ്ഞാണ് കുറച്ചുകൂടെ. അതെ, നമ്മൾ പൊടിക്കൊരു കുറച്ച് ഉപ്പും കൂടെ ഇടാനുണ്ട്. ഇനി നമ്മൾ കരിക്കിടാം. നമ്മളെ സെക്കൻഡ് നടൻ. നല്ല സ്മെല്ലൊക്കെ, നല്ല ചൂട് പൊറോട്ട ഇല്ലെങ്കിൽ അപ്പം. പൊറോട്ട നമ്മൾ ഒരു ഫാനല്ല, നല്ല അപ്പവും. ഇതിന് പറ്റിയ കോമ്പിനേഷൻ ഞാൻ പറയാം. അപ്പം, ഇടിയപ്പം. ക്രിസ്മസ് ആയതുകൊണ്ട് ബ്രെഡും. അതെ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുറുകിയെടുക്കുക അല്ലേ? അടച്ചു വയ്ക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പിരിയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിന് പകരം കരിക്ക് ചേർത്ത് അങ്ങനെ പിരിയില്ല. പക്ഷെ വിഷയം പെട്ടെന്ന് വളിക്കും. ഓക്കെ. ചൂടോടെ കഴിച്ച് തീർക്കുക. പിറ്റേത്തേക്ക് വെക്കരുത്. ഇതാണ് അതിനകത്ത് ആകെ ഉള്ള സ്റ്റാച്യൂട്ടറി വാണിംഗ്. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. എന്തേ ഡൈനിലേക്ക് കിങ് അല്ലേ? ശരി. ആ മൂടിന്റെ അടേന്ന് സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊരു വേറൊരു പ്രത്യേകത എന്താ അറിയാം? ഈ നോൺ വെജ് കുക്ക് ചെയ്യുമ്പം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. പച്ചക്കറി കുക്ക് ചെയ്യുമ്പം തുറന്നു വെച്ച് കുക്ക് ചെയ്യണം. അതിനെ പറ്റി അറിയാമോ? ഇല്ല. ശ്രദ്ധിച്ചാൽ മതി അല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ കറി സെറ്റായിട്ടുണ്ട് അല്ലേ? അതെ. ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ ഒരു മാജിക് മസാലയാണ്. അപ്പോൾ ഇതിപ്പം
ഒരു ഫ്ലേവർ ഇപ്പോൾ ടേസ്റ്റ് ചെയ്തല്ലോ അല്ലേ? നമുക്ക് എന്താ നക്ഷത്രം? ആയിക്കോട്ടെ അല്ലേ? നമ്മള് കംപ്ലീറ്റ് മാറ്റാൻ പോവാം. ആ ഗരം മസാലയും ചിക്കൻ്റെ ആ ഇതും ഫ്ലേവറും ആ കാന്താരിയും എല്ലാം അങ്ങ് പിടിച്ചു കറക്റ്റല്ലേ? നമുക്ക് അതിൻ്റെ രീതി അങ്ങ് മാറ്റാം. ഇപ്പൊ ഇതുവരെ കഴിച്ചിട്ടുള്ള ചിക്കൻ കറിയിൽ ഇപ്പൊ കൂട്ടിയതാണ് മാന്ത്രിക കൂട്ട്. എന്താ അഥവാ ഡോക്ടറുടെ കൂട്ടാന്ന് പറയും. എന്ത് കൂട്ട്? ഡോക്ടറിന്റെ കൂട്ട്. അപ്പൊ നമ്മളിതങ്ങനെ സീക്രട്ട് റെസിപ്പിയാണോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോ ഇതങ്ങ് അടച്ചു. ഓക്കെ കുറച്ച് നമ്മളിങ്ങനെ 1 2 3 കണ്ടില്ലേ? എല്ലാം മാറിയില്ലേ? മാറിയോ? മാറി. അതാണ് മാജിക് ഇംഗ്ലീഷ്. കംപ്ലീറ്റ് ആ എനിക്ക് തോന്നുന്നു ആ ഗരം മസാല ടേസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് മാറി. അതെന്താ സാധനം? അത് പറഞ്ഞു തീർന്നില്ല. ട്രേഡ് സീക്രട്ട്. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയായി. അപ്പൊ കരിക്കൽ വെന്ത കോഴിക്കറി നമ്മളിന്ന് കണ്ടു. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിഷ് അല്ലേ? അതെ, ഒരു ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ നല്ല അപ്പോ ബ്രെഡോ ഇടിയപ്പോ പുട്ടോ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കി വീട്ടുകാരെ ഞെട്ടിക്കാം. വെള്ളം ഒഴിക്കുന്നതിന് കരിക്കും വെള്ളം ഉപയോഗിച്ചാൽ മതി. കരിക്കും വെള്ളവും കരിക്കും ഒക്കെ വെച്ച് നല്ലൊരു ഡിഷ് ഉണ്ടാക്കാം. ശരിയല്ലേ? ക്ഷീണമുണ്ടോ? അശോകന് ക്ഷീണമാവാം, ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഷെഫിൻ്റെ നമ്മുടെ ഈ ഷാപ്പ് നമ്മുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ പ്ലാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിയൻസ് അവർ നാട്ടിലേക്ക് ഒരു വെക്കേഷനൊക്കെ വരുവാണെങ്കിൽ അടിച്ചു പൊളിക്കാനും നല്ല ഫുഡ് കഴിക്കാനും നല്ല കള്ളു കുടിക്കാനും പറ്റിയ ഒരു സ്പോട്ട്, നല്ലൊരു ആംബിയൻസിൽ. നേരത്തെ ഞാൻ പറഞ്ഞ മഴയും ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കണം, കള്ളു കുടിക്കണം. അല്ലേ? അങ്ങനെയും പറയാം. മാത്രവുമല്ല, നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം. ഷെഫ് നളൻ ആൻഡ് മൂക്കൻസിൽ ഈ ഡിഷൊന്നും റെഗുലർലി കാണില്ല. കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ടെലിവിഷൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പ്രോഗ്രാം കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പോരെ? മാഗ്നവിഷൻ ടിവിൻ്റെ ക്രെഡിറ്റ്സ് ആണ് ഇതിനുള്ളത്. സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മാഗ്നവിഷൻ ടെലിവിഷൻ ആൻഡ് ദി viewers and watchers around the globe. Thank you so much for the opportunity. അപ്പോൾ thank you so much ഷെഫ് നളൻ. ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ ഡിഷ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിനും ഇത് നമുക്ക് കുക്ക് ചെയ്ത് തന്നതിനും and for your precious time too. And I like a king. Bono tasty. സെറ്റല്ലേ? ഇപ്പം നല്ല കുറുകി അങ്ങ് തിളച്ച് നല്ല സെറ്റായി. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഷോട്ട് വിടുക. ഓക്കെ, ചുമ്മാ പറ്റിക്കാനായിരുന്നു, കൊടുക്കുന്നില്ല, അടച്ചു വെച്ച്. ഞാൻ പോവുക.